ഏവർക്കും പ്രണാമം. ശിവപുരാണത്തിലെ ഒന്നാമത്തെ സംഹിതയായ വിദ്യേശ്വര സംഹിതയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. വിദ്യ എന്നത് ജ്ഞാനം, ആത്മബോധം എന്നർത്ഥം വരുന്ന വാക്കാണ്. ഈശ്വരൻ എന്ന് അർത്ഥമാക്കുന്നത് ഭഗവാൻ ശിവബോധത്തെയാണ്. ജ്ഞാനത്തിന്റെ ഉടമയായ ശിവ തത്വം എന്നതിനെ സൂചിപ്പിക്കുന്നതാണ് വിദ്യേശ്വര സംഹിത. ഈ സംഹിതയുടെ ആദ്യം ഭാഗം ശിവനെ പരമാത്മാവ്, സകല വിശ്വത്തിലും നിലകൊള്ളുന്ന സത്വം, അജ്ഞാതൻ, നിരാകാരൻ, നിരഞ്ജൻ എന്നീ ദൃശ്യങ്ങളിൽ അവതരിപ്പിക്കുന്നു. ശിവം എന്നത് രൂപങ്ങൾക്ക് അപ്പുറം നിലനിൽക്കുന്ന ഉറച്ച ബോധമാണ്. എന്നാൽ എല്ലാ രൂപങ്ങളിലും ഉള്ളതും എല്ലാ രൂപങ്ങൾക്കും അപ്പുറം ഉള്ളതുമാണ് എന്ന് വ്യക്തമാക്കുന്നു. ശിവപുരാണത്തിലെ ആദ്യ ഭാഗമായ വിദ്യേശ്വര സംഹിതയിൽ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയെയും ഭഗവാൻ ശിവന്റെ മഹത്വത്തെയും പ്രധാനമായും പ്രകീർത്തിക്കുന്നു. സൃഷ്ടിയുടെ പ്രപഞ്ച പ്രക്രിയ വിവരിച്ചുകൊണ്ടാണ് ഇത് ആരംഭിക്കുന്നത്. സദാശിവന്റെ രൂപരഹിതനും ശാശ്വതനുമായ ശിവൻ തന്റെ ശക്തിയിലൂടെ പ്രപഞ്ചത്തിന്റെ ധർമ്മത്തെ കാട്ടുന്നു. മാത്രമല്ല, പഞ്ചകൃത്യത്തിന്റെ സമ്പൂർണതയും ഇതിലൂടെ വെളിവാക്കുന്നു. ഈ സംഹിതയിൽ ശിവബോധത്തിന്റെ വിവിധ ഭാവങ്ങളെയും ശിവ പഞ്ചവക്ത്രങ്ങളുടെ ദിവ്യത്തെയും പ്രകീർത്തിക്കുന്നു. സർവജ്ഞനും സർവശക്തനും സർവവ്യാപിയുമായ ശിവഭഗവാനെ കഥകളിലൂടെ, സ്തുതിഗീതങ്ങളിലൂടെ, കൂടാതെ അതിരുറ്റ കാരുണ്യത്തെയും ശക്തിയെയും ഈ സംഹിതയിൽ പ്രശംസിക്കുന്നു. മാത്രമല്ല, സർവത്തിനും അതീതമായ ഈ സ്ഥാനം ശിവത്തിന് നൽകുന്നുവെന്നും കാണാൻ സാധിക്കുന്നു. വിദ്യേശ്വര സംഹിത ശിവനുമായി ബന്ധപ്പെട്ട പ്രപഞ്ചശാസ്ത്രത്തെയും ലോകരക്ഷയ്ക്കായി സമുദ്ര പതന സമയത്ത് മാരകമായ വിഷമായ കാളകൂടം സ്വയം ഭക്ഷിക്കുന്ന മഹാകൃത്യം മുതൽ പകരം വയ്ക്കാനാകാത്ത പലതരം കൃത്യങ്ങൾ സംഹിതയിൽ വിവരിക്കുന്നു. വിദ്യേശ്വര സംഹിതയിലെ ഒരു പ്രധാന വിഷയം ആത്മീയ അറിവിന്റെ പ്രാധാന്യമാണ്. അറിവിന്റെ നാഥൻ എന്നർത്ഥം വരുന്ന വിദ്യേശ്വര എന്ന നാമവുമായി യോജിച്ച് സ്വയത്തെയും പ്രപഞ്ചത്തെയും മനസ്സിലാക്കുന്നതിനുള്ള ജ്ഞാനം, വിവിധ ജ്ഞാന സംവിധാനങ്ങളെക്കുറിച്ച് പഠിപ്പിക്കലുകളും ആത്മീയ വളർച്ചയിൽ അറിവുകൾ അവയുടെ പ്രസക്തിയും ഇതിൽ ഉൾപ്പെടുന്നു. കൂടാതെ വിദ്യേശ്വര സംഹിതയിൽ ശിവ ഭഗവാന്റെ മഹത്വത്തെയും അതിനോടുള്ള ഭക്തിയുടെ ഫലപ്രാപ്തിയെയും ചിത്രീകരിക്കുന്ന നിരവധി കഥകളും ഉപമകളും ഉൾപ്പെടുന്നു. ഈ വിവരണങ്ങൾ ധാർമ്മികവും ആത്മീയവുമായ പാഠങ്ങളുമായി വർത്തിക്കുന്നു. നീതി, ഭക്തി, സത്യാന്വേഷണം എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്നു. ശിവകൃപയും ആത്യന്തികമായി മോക്ഷവും നേടുന്നതിനായി ഭക്തർക്ക് അവരുടെ ആരാധനാക്രമങ്ങളിൽ വഴികാട്ടുന്ന പ്രായോഗിക നിർദ്ദേശങ്ങളോടെയാണ് ഈ പാഠം അവസാനിക്കുന്നത്. ഓം ഗും ഗുരുഭ്യോ